ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ക്ലാസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന അക്കാഡമി പുതിയതായിട്ട് CMA ഫൗണ്ടേഷൻസ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് സീരീസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഞാൻ ഇൻട്രോ ചെയ്യാം. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന കുട്ടികളായിരിക്കും. കുഴപ്പമില്ല, നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. എൻ്റെ ഈ കഴ്സർ പോകുന്ന സ്ഥലത്തേക്ക് നോക്കിയാൽ മതി. ഈ വരുന്ന മെയ് 8 മുതൽ മെയ് 14 വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക്, എല്ലാ ദിവസവും അല്ല, 8, 10, 12, 14 ഈ 4 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. CMA ഫൗണ്ടേഷനിലുള്ള സബ്ജക്റ്റുകൾ നമുക്കറിയാം അല്ലെ, എക്കണോമിക്സ്, മാത്സ്, അക്കൗണ്ടിങ്, അതുപോലെ ലോ, ഇത്തരം പേപ്പേഴ്സ് ആണുള്ളത്. ഈ 4 പേപ്പറുകൾക്ക് എന്തുണ്ട്, ടെസ്റ്റ് സീരീസ് നടത്താൻ പോകുന്നത്. ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ കാര്യം അറിയാമെങ്കിൽ അറിയാം. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് MCQ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്ക് ഓൾമോസ്റ്റ് ചോദിക്കുന്നത്. ഫൗണ്ടേഷനിൽ MCQ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 30 മിനിറ്റിൻ്റെ സീരീസാണ്. ഈ 30 മിനിറ്റ് സീരീസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഓഫ് ഒരു 20 MCQ കിട്ടും. ഈ MCQ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന പോലെ, നമ്മുടെ എക്സാമിനേഷന് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഈ ജൂൺ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും ഉള്ളത്. വൈഡ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളതും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന MCQ സെറ്റാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. കൂടാണ്ട് ഇതിനുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 20 ക്വസ്റ്റിനും കറക്റ്റ് മാർക്ക് കിട്ടി 1ാം റാങ്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. സ്ക്രീനിൽ കാണാൻ പറ്റും. 1000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ. ഈ ഗിഫ്റ്റ് വൗച്ചർ വെച്ച് നിങ്ങൾക്ക് ആമസോണിൽ ഏത് പ്രൊഡക്ട്സ് വേണമെങ്കിലും മേടിക്കാം. ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെഗാ റിവിഷൻ ഫ്രീ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിത് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. Hi all, myself Sagar Sindhu. Welcome back to our sessions. So the last session we had discussed the definitions under Customs Act. Now we are moving on to the next study note, that is the different types of duties under Customs Act. The different types of duties that we are liable to pay under Customs Act. So the customs duties can be broadly classified into two, that is the import duty and the export duty. അപ്പം നമ്മുടെ കസ്റ്റംസ് ആക്ടിലെ ഡ്യൂട്ടീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇമ്പോർട്ട് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടിയും. നമ്മൾ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടയ്ക്കേണ്ട ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ആൻഡ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പേ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി. സോ import duty. Import duty has been specified in the first schedule of Customs Tariff Act 1975. Customs Tariff Actന്റെ ഫസ്റ്റ് ഷെഡ്യൂളിലാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി, ദ ടൈപ്സ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത് കസ്റ്റംസ് താരിഫ് ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂളാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് കസ്റ്റംസ് താരിഫ് ആക്ട് 1975 ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം കസ്റ്റംസ് ഡ്യൂട്ടി 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഇമ്പോർട്ടിൻ്റെ ടൈമിൽ പേ ചെയ്യുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി, ആൻഡ് അറ്റ് ദ ടൈം ഓഫ് എക്സ്പോർട്ട് വി ആർ പേയിങ് എക്സ്പോർട്ട് ഡ്യൂട്ടി. ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് കസ്റ്റംസ് താരിഫ് ആക്ട് 1975 ആൻഡ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി ഇറ്റ് ഇസ് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് കസ്റ്റംസ് താരിഫ് ആക്ട് 1975. സോ ഈ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് കസ്റ്റംസ് താരിഫ് ആക്ട് 1975 അനുസരിച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് വരും? ഇറ്റ് ഇസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, സെക്ഷൻ 12 ഓഫ് കസ്റ്റംസ് ആക്ട്, ആൻഡ് റേറ്റ് ആസ് പെർ താരിഫ്. നമ്മൾ ഓൾറെഡി ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്താണെന്നും ഇമ്പോർട്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആൻഡ് the second one is protective duties, section 6 subsection 1. Third one, safeguard duty, section 8b subsection 1. Fourth one, countervailing duty on subsidized articles, section 9. Fifth one, anti-dumping duty, section 9a. Sixth one, IGST, section 3 subsection 7. And the last one is GST compensation cess, section 3 subsection 9. അപ്പം നമ്മുടെ ഈ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കേസിൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ, അതായത് ഇമ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ടും പേ ചെയ്യേണ്ടത് ഈ 7 ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി, കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി, IGST ആൻഡ് GST കോമ്പൻസേഷൻ സെസ്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
Before that, export duty. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്പോർട്ട് ഡ്യൂട്ടി മെൻഷൻ ചെയ്യുന്നത് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് കസ്റ്റംസ് താരിഫ് ആക്ട് ആണ്. എക്സ്പോർട്ട് ഡ്യൂട്ടിയുടെ കേസിൽ there's no much complications. എക്സ്പോർട്ട് ഡ്യൂട്ടിയുടെ കേസിൽ ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ കുറച്ച് ഐറ്റംസും അതിൻ്റെ റേറ്റും കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ലൈക്ക് ഇൻ കേസ് ഓഫ് ഡിയോയിൽഡ് റൈസ് ബ്രാൻഡ് കേക്ക് ഇറ്റ് ഇസ് 10% export duty is payable. In case of luggage leather, 25% of export duty is payable. In case of snake skins and raw fur lamb skins, 10% of customs duty is payable. In case of leather, 15% of customs duty is payable. And in case of ferrous waste and scraps, 15% of customs duty is payable. അതായത് എക്സ്പോർട്ടിൻ്റെ കേസിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുകയാണ്, റൈസ് ബ്രാൻഡ് ഓയിൽ കേക്ക്സ് ആണെങ്കിൽ 10% എക്സ്പോർട്ട് ഡ്യൂട്ടീസ് പേയബിൾ. ലഗേജ് ലെതർ അല്ലെങ്കിൽ ലഗേജ് ലെതർ ആണെങ്കിൽ 25%, നോർമൽ ലെതർ ആണെങ്കിൽ 15%. ലൈക്ക് ഇൻ കേസ് ഓഫ് സ്നേക്ക് സ്കിൻ ഇറ്റ്സ് 10%, ഫെറസ് വേസ്റ്റ് ആൻഡ് സ്ക്രാപ്സ് ഇറ്റ്സ് 15%. അപ്പം ഈ റേറ്റിൽ നമ്മൾ എക്സ്പോർട്ടിൻ്റെ സമയത്ത് എക്സ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യണം ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഗുഡ്സിന്. ഓക്കെ, നൗ we can move on to the, in case of import we can move on to the first one, that is basic customs duty. അപ്പം ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നില്ല, എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇൻ കേസ് ഓഫ് നോർമൽ കേസിൽ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, നോർമൽ കേസിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇസ് പേയബിൾ ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്നാണോ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്തത് ഓർ എന്നാണോ എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്തത്, വിച്ച് എവർ ഈസ് ലേറ്റർ, ഏത് ഡേറ്റ് ആണോ ലേറ്റർ ആയിട്ട് വരുന്നത് ആ ഡേറ്റിൽ പ്രിവെയിൽ ചെയ്യുന്ന ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ റേറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഇനി ഇപ്പം നോർമൽ കേസിൽ അതാണ്. ഇനി പ്രിഫറൻഷ്യൽ റേറ്റ് കിട്ടണമെങ്കിൽ, ആ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയുടെ റേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നോർമൽ കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ എങ്ങനെ റേറ്റ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. ഇനി ചില കേസുകളിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ റേറ്റ് കിട്ടും. അപ്പോൾ ആ സ്പെഷ്യൽ ഓർ പ്രിഫറൻഷ്യൽ റേറ്റ് നമുക്ക് ബെനിഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? സോ ആ സ്പെഷ്യൽ ഓർ പ്രിഫറൻഷ്യൽ റേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സാറ്റിസ്ഫൈ ദ ഫോളോയിങ് 3 conditions. The first condition is that a specific claim has to be made by the importer. So I have imported such and such goods. എനിക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് വേണം എന്ന് പറഞ്ഞ് ഇമ്പോർട്ടർ എന്ത് ചെയ്യണം? ഒരു ക്ലെയിം ലോഞ്ച് ചെയ്യണം. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് if you want to avail the preferential rate, then you have to launch a specific claim to the proper authority. So a specific claim has to be made by the importer to the proper authority. That is the first condition. Now, the second condition. Import must be from preferential area notified by the central government. So ഈ പ്രിഫറൻഷ്യൽ റേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്താലും നമുക്ക് ഈ പ്രിഫറൻഷ്യൽ റേറ്റ് കിട്ടില്ല. പ്രിഫറൻഷ്യൽ റേറ്റ് കിട്ടണമെങ്കിൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ചില സ്പെസിഫിക് ഏരിയാസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ you can avail the preferential rate. So in order to avail the preferential rate, the import must be from such area. That means the preferential area notified by the central government. Central government preferential area നോട്ടിഫൈ ചെയ്തിരിക്കുന്ന പ്ലേസിൽ നിന്ന് മാത്രം ഇമ്പോർട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രിഫറൻഷ്യൽ റേറ്റ് അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. Now the third point. Goods produced and manufactured in such area. So ഒരു പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, ആ പ്രിഫറൻഷ്യൽ ഏരിയയിൽ തന്നെ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സും ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഇസ് എ നെക്സ്റ്റ് പോയിന്റ്. ഇപ്പം നമ്മൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു ലൈക്ക് ഈ പ്രിഫറൻഷ്യൽ റേറ്റ് ഉള്ള രാജ്യത്തേക്ക് കൊണ്ടുവന്നു, പിന്നെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ കാര്യമില്ല. So the goods must be manufactured or produced in that preferential area. And so in order to avail the preferential rate benefit, you must satisfy the following 3 conditions. The first one is that the importer has to make a claim to the proper officer. The second one is that the goods must be imported from the preferential area notified by the central government. And the third condition is that the goods must be produced or manufactured in such preferential area. So these are the conditions with regards to basic customs duty for availing the preferential rate under basic customs duty. I hope it's clear.
Now we can move on to the next one, that is social welfare surcharge. Social welfare surcharge is always applicable in case of import of goods and it's not applicable in case of export. So നോർമൽ രീതിയിൽ നമ്മൾ എപ്പോൾ ഇമ്പോർട്ട് ചെയ്താലും ആ ഇമ്പോർട്ടിൽ നമ്മൾ സോഷ്യൽ വെൽഫെയർ സർചാർജ് കൊടുക്കണം. ആൻഡ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ഇസ് ഓൾവേസ് പേയബിൾ ഓൺ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി 1000 rupees is the accessible value, therefore 10% is assume that there is 10% is the rate of basic customs duty. Therefore the 10% of accessible value, that is 1000, the 10% of 1000 will be 100 rupees. ആ 100-ലാണ്, അതായത് നമ്മൾ കണ്ടുപിടിച്ച ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, സോഷ്യൽ വെൽഫെയർ സർചാർജ് കണ്ടുപിടിക്കുന്നത്, അക്സസബിൾ വാല്യൂയിലല്ല. ഓക്കെ, സോ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഇസ് ഓൾവേസ് ആപ്ലിക്കബിൾ ഓൺ basic customs duty, and always the rate of basic customs duty is 10%. As of now the rate of basic customs duty is 10%. In case of all goods there is a specification, or there is an exemption to the above mentioned 10%, that is in case of gold or silver. In case of gold or silver the rate will be 3%. Okay, അപ്പം ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 3% ആണ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിട്ട് പേ ചെയ്യേണ്ടത്. ആൻഡ് എക്സെപ്റ്റ് ഗോൾഡ് ഓർ സിൽവർ നമ്മൾ ഏത് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്താലും നമ്മുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടത്, സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിട്ട് പേ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിന്റെ കേസിൽ എന്താണ്, SWS ആപ്ലിക്കബിൾ അല്ല, നോ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഇസ് ആപ്ലിക്കബിൾ. ഇമ്പോർട്ടിന്റെ ഗുഡ്സിലാണ് നമ്മൾ എപ്പോഴും, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിലാണ് നമ്മൾ എപ്പോഴും സോഷ്യൽ വെൽഫെയർ സർചാർജ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് 10% ഓഫ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ഇൻ കേസ് ഓഫ് ഗോൾഡ് ഓർ സിൽവർ ഇറ്റ് ഈസ് 3%. ആൻഡ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് നോ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഇസ് ആപ്ലിക്കബിൾ. ഓക്കെ, നൗ IGST. So we know that import or export it will be attracting IGST. CGST SGST അല്ല, ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ആണെങ്കിൽ നമ്മൾ IGST ആണ് പേ ചെയ്യുന്നത്. ഇറ്റ് ഈസ് അസ്യൂംഡ് as interstate supply and therefore IGST is levied. Now IGST എത്ര എമൗണ്ട് അല്ലെങ്കിൽ ഏത് ഗുഡ്സിലാണ് നമ്മൾ പേ ചെയ്യേണ്ടത്, എല്ലാ ഗുഡ്സിലും നമ്മൾ IGST പേ ചെയ്യണം. So the answer is that as per section 3 subsection 7 of Customs Tariff Act IGST is levied. So സെക്ഷൻ 3 സബ്സെക്ഷൻ 7 ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IGST ലെവി ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺ ഓൾ കാർഗോസ് അറൈവ്ഡ് ഓൺ ഓർ ആഫ്റ്റർ 1st July 2018 ഓർ ബിൽ ഓഫ് എൻട്രി ഫൈൽഡ് ഓൺ ഓർ ആഫ്റ്റർ 1st July 2018. ഈ 1st July 2017 എന്ന് പറയാൻ റീസൺ എന്താണ്, ഇറ്റ്സ് ബിക്കോസ് GST was introduced in 1st July 2017. So 1st July അതായത് GST ഇൻട്രൊഡക്ഷൻ ഡേറ്റ് തൊട്ട് ആ ഒരു സ്പെസിഫിക് ഡേറ്റ് തൊട്ട് നമ്മുടെ ഇന്ത്യയിൽ അറൈവ് ആയിരിക്കുന്ന എല്ലാ കാർഗോയിലും അല്ലെങ്കിൽ ബിൽ ഓഫ് എൻട്രി 1st July 2017 അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഫയൽ ചെയ്തിരിക്കുന്ന എല്ലാ ഗുഡ്സിലും എന്താണ്, IGST ആപ്ലിക്കബിൾ ആണ്. സോ ഒന്നെങ്കിൽ 1st July 2017 അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തിരിക്കുന്ന കേസ്, അല്ലെങ്കിൽ 1st July 2017 അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന കാർഗോ, ഇതിലേത് കേസിലാണല്ലോ എന്താണ്, GST ആപ്ലിക്കബിൾ ആണ്. സോ അതായത് GST ഇൻ എഫക്ട് വന്നു കഴിഞ്ഞിട്ടുള്ള ദിവസം തൊട്ട് ഇവിടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കാർഗോസിലും അല്ലെങ്കിൽ ഫയൽ ചെയ്തിരിക്കുന്ന എല്ലാ ബിൽ ഓഫ് എൻട്രിയിലും എന്താണ്, IGST ആപ്ലിക്കബിൾ ആണ്. ആൻഡ് IGST ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദ എമൗണ്ട് ഓഫ് അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഇതെല്ലാം കൂടെ കൂട്ടുന്ന എമൗണ്ടിലാണ് നമ്മളെപ്പോഴും IGST കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഇസ് GST കോമ്പൻസേഷൻ സെസ്. GST കോമ്പൻസേഷൻ സെസ് എന്താണ്, ഇറ്റ് ഇസ് ചാർജ് ഓൺ ലക്ഷറി പ്രൊഡക്ട്സ് ആൻഡ് ഡീമെറിറ്റ് കമോഡിറ്റീസ്. അപ്പം GST അതായത് IGST കൂടാതെ നമ്മൾ ഒരു എക്സ്ട്രാ സെസ്സൂടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, കളക്ട് ചെയ്യുവാണ്. എന്തേല കളക്ട് ചെയ്യുന്നത്, ഇറ്റ്സ് കളക്റ്റഡ് ഓൾവേസ് ഓൺ ലക്ഷറി പ്രൊഡക്ട്സ് ആൻഡ് ഡീമെറിറ്റ് കമോഡിറ്റീസ്. അപ്പം
ലക്ഷറി ഗുഡ്സിനും അതുപോലെ തന്നെ നമുക്ക് ഹസാഡസ് ആയിട്ടുള്ള ഹെൽത്ത് ഹസാഡസ് ആയിട്ടുള്ള ഡീമെറിറ്റ് കമ്മോഡിറ്റീസ് ഉണ്ടല്ലോ. ഡീമെറിറ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, GST കോമ്പൻസേഷൻ സെസ് ചാർജ് ചെയ്യുന്നത്. So, GST compensation cess is always charged on luxurious products as well as demerit commodities. Then, it is taxable on assessable value plus basic customs duty plus anti-dumping duty plus safeguard duty. So, anti-dumping duty and the safeguard duty and the will study. So, അതിനു മുന്നേ ഈ GST നമ്മൾ പറഞ്ഞു, നമ്മൾ IGST is collected on basic customs duty plus our social welfare surcharge plus assessable value. പക്ഷേ GST compensation cess നമ്മൾ കളക്ട് ചെയ്യുന്നത് assessable value plus basic customs duty plus anti-dumping duty plus safeguard duty. ഇത്രയും എമൗണ്ടുകൾ കൂടി ചേരുന്ന ആ വാല്യൂയിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, GST compensation cess കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഈ കമ്പ്യൂട്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യില്ല, IGST ഇൻക്ലൂഡ് ചെയ്യില്ല. സോ IGST is not included in computing GST compensation cess. Okay, ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. We will do an example, then it will be more clear for you. And the input tax credit available on GST compensation cess paid on inward supplies, but the credit of GST compensation cess paid can be utilized only towards payment of GST compensation cess liability. So, as you all have learned GST portions, you are familiar with the concept of input tax credit, right? Input tax credit എന്താണെന്നുള്ളത് നമുക്കറിയാലോ. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സിന് നമുക്ക് തിരിച്ച് ക്രെഡിറ്റ് ആയിട്ട് വരും. അപ്പം അങ്ങനെ കിട്ടുന്ന ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഔട്ട്പുട്ട് ലൈബിലിറ്റി പേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് എ നോർമൽ കേസ് ഓഫ് ആൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പം ഈ GST കോമ്പൻസേഷൻ സെസ് നമ്മൾ എന്താ, ഇമ്പോർട്ട് ഈസ് ലൈക്ക് എ പർച്ചേസ്. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ GSTക്ക് പേ ചെയ്യുന്ന ഒരു എമൗണ്ട് തന്നെയാണ് എന്ത്, GST കോമ്പൻസേഷൻ സെസ്സും. അതുകൊണ്ട് നമ്മുടെ ഇൻവേർഡ് സപ്ലൈയിൽ നമ്മൾ ഫയൽ ചെയ്യുന്ന ഒരു GST ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ GST കോമ്പൻസേഷൻ സെസ്സിനും നമുക്ക് എന്തെടുക്കാം, നമ്മൾ ഈ IGSTക്ക് എടുക്കുന്ന പോലെ തന്നെ ITC എടുക്കാം. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാം. ഇനി ദ നെക്സ്റ്റ് തിങ്, പക്ഷേ ഈ അവൈൽ ചെയ്ത GST കോമ്പൻസേഷൻ സെസ് നമുക്ക് നോർമൽ ടാക്സ് ലൈബിലിറ്റി പേ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ അവൈൽ ചെയ്ത കോമ്പൻസേഷൻ സെസ് നമുക്ക് ഔട്ട്പുട്ട് GST കോമ്പൻസേഷൻ സെസ് ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇൻപുട്ട് ക്രെഡിറ്റ് ഓഫ് GST കോമ്പൻസേഷൻ സെസ് ക്യാൻ ബി ഓൺലി യൂട്ടിലൈസ്ഡ് ഫോർ പേയ്മെന്റ് ഓഫ് GST കോമ്പൻസേഷൻ സെസ് ലൈബിലിറ്റി. അപ്പോൾ GST കോമ്പൻസേഷൻ സെസിന്റെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ കിട്ടിയ GST കോമ്പൻസേഷൻ സെസിന്റെ എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നൗ വി ക്യാൻ സി an example of this GST, like how we can compute basic customs duty, IGST, social welfare surcharge, etc. So suppose, it's a small example, suppose the assessable value is ₹100. It's ₹100. And the basic customs duty is chargeable at 10%, IGST 12%, social welfare surcharge 10%, compensation cess 10%. In the view of the above parameters, compute the duty would have been. Okay, അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എപ്പോഴും എന്താണ്, അസസബിൾ വാല്യൂയിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദെർഫോർ ദ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി വിൽ ബി ഈക്വൽ ടു 100 into 10%. Therefore the basic customs duty will be ₹10. Okay, and we have already told that the social welfare surcharge is computed on basic customs duty. അപ്പം സോഷ്യൽ വെൽഫെയർ സർചാർജിന്റെ പെർസെൻറ്റേജ് എത്ര, 10% ആണ്. അപ്പം ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാ, 10 ആണ്. അപ്പം 10 × 10%, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% ആണ് എന്ത് വരുന്നത്, സോഷ്യൽ വെൽഫെയർ സർചാർജ് വരുന്നത്. ദെർഫോർ 10% of 10 is equal to 1. സോഷ്യൽ വെൽഫെയർ സർചാർജ് is equal to ₹1. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി നമുക്ക് കിട്ടിയത് 10 ആണ്. ആ 10ന്റെ 10% ആണ് എന്ത് വരുന്നത്, സോഷ്യൽ വെൽഫെയർ സർചാർജ് വരുന്നത്. ദെർഫോർ സോഷ്യൽ വെൽഫെയർ സർചാർജ് is equal to 1. Now IGST നമ്മൾ പറഞ്ഞു എന്ത്, IGST will be computed on assessable value
plus basic customs duty plus social welfare surcharge. Therefore, assessable value will be IGST will be 100 plus 10 plus 11, that is 111 into 12%. It amounts to 13.32. So IGST will be is equal to assessable value, that's 100 plus basic customs duty 10 plus social welfare surcharge 1. Therefore, it will be 111 into applicable rate, that is 12%. Therefore, IGST will be equal to 13.32. And the last one is GST compensation cess. GST compensation cess നമ്മൾ പറഞ്ഞു എന്താണ്? It is applicable on assessable value plus basic customs duty plus social welfare surcharge plus anti-dumping duty, but it does not include IGST. So therefore, in case of compensation cess, it will be equal to 100 assessable value plus basic customs duty 10 plus social welfare surcharge 1. That will be equal to 111 into applicable rate, that is 10%. Therefore, 111 into 10%, it is 11.10. GST compensation cess കണ്ടുപിടിക്കാൻ ഒരിക്കലും നമ്മൾ എന്തെടുക്കില്ല? IGST എടുക്കില്ല. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ടോപ്പിക്ക് ക്ലിയർ, ഈ ഒരു പ്രോബ്ലം കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഏത് എമൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്, IGST ഏത് എമൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്. I hope it's clear for you. Okay, now we can move on to the next topic. The next one is protective duty. Protective duty is imposed to protect the interest of any particular industry established in India. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി, നമ്മുടെ ഇമ്പോർട്ട് കാരണമായി ഇൻഡസ്ട്രിക്ക് ഒരു ഹസാഡസ് ആയിട്ടുള്ള എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നൊരു ഡ്യൂട്ടിയാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. സോ this duty is to protect the interest of any industry established in India. ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദ താരിഫ്. അപ്പം നമ്മുടെ താരിഫിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ സ്പെസിഫിക് ആയിട്ട് എപ്പോഴാണോ ഇതിനെ മെൻഷൻ ചെയ്യുന്നത് അപ്പം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ത്യയിലെ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് വാങ്ങിക്കുന്ന ഡ്യൂട്ടിയാണ് എന്ത്, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. അപ്പം നമ്മൾ പറഞ്ഞു പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്തിനാ വാങ്ങിക്കുന്നത്, ഒരു ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ സ്പെസിഫിക് ഐറ്റം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്നതാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഓക്കെ, ഇപ്പം ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുമ്പം ഒരിക്കലും ഇന്ത്യയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിന് ഒരു ഹസാഡസ് എഫക്ട് വരരുത് ഇമ്പോർട്ട് കാരണം. അതിനു വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് എന്ത്, സേഫ് ഗാർഡ് ഡ്യൂട്ടി. സോ ദ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഈസ് കളക്ടഡ് ഫോർ എ സ്പെസിഫിക് ഇൻഡസ്ട്രി, വെറസ് ദ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഈസ് കളക്ടഡ് ടു പ്രൊട്ടക്ട് ദ സ്പെസിഫിക് ഐറ്റം. ഒരു സ്പെസിഫിക് ഐറ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേഫ് ഗാർഡ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് ഒരു സേഫ് ഗാർഡ് ഡ്യൂട്ടി ഒരു പ്രൊഡക്റ്റിൽ ഇമ്പോസ് ചെയ്താൽ ഇറ്റ് ഷാൽ ബി ഇൻ ഫോഴ്സ് ഫോർ 4 years. അപ്പം ഈ വർഷം ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിൽ നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോർട്ട് ചെയ്താൽ ഇറ്റ് ഈസ് ഇൻ എഫക്റ്റീവ് ഫോർ 4 years. ഫ്രം ദാറ്റ് ഇയർ ടു ടിൽ 4 years അത് എഫക്റ്റ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു 10 years. വേണമെങ്കിൽ ആ 4 years എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അപ് ടു 10 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാം ഗവൺമെന്റിന്. ഓക്കെ, നോ സേഫ് ഗാർഡ് ഡ്യൂട്ടി കനോട്ട് ബി ഇമ്പോസ്ഡ് ഇഫ് ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ലേലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത്. The first one is that the article imported from a developing country and the import of that article from that country does not exceed 3% of total import of that goods into India. അതായത് നമ്മളിപ്പം ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, ആ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, ആ ആർട്ടിക്കിൾസിനെ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ
ആ സ്പെസിഫിക് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ട് നമ്മുടെ ടോട്ടൽ ഇമ്പോർട്ടിന്റെ 3% കൂടുന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യണ്ട. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അതായത് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഗുഡ് എ എന്ന് പറയുന്ന ഗുഡ്സ് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ, എ എന്ന് പറയുന്ന ഗുഡ്സ് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് വിചാരിച്ചോ. അപ്പം ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് എയുടെ ടോട്ടൽ ഇമ്പോർട്ടിന്റെ 3% താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണ്ട. ഓക്കെ, ആൻഡ് ഇനി മോർ ദാൻ വൺ ഡെവലപ്പിംഗ് കൺട്രി, ഒന്നിൽ കൂടുതൽ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കൺട്രിയും ഇൻഡിവിജ്വലി കനോട്ട് എക്സീഡ് 3% ആൻഡ് ടുഗെദർ 9%. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു 4 ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്ന് ലൈക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഈ 4 ഡെവലപ്പിംഗ് കൺട്രിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവരുടെ ഇമ്പോർട്ട് ടോട്ടൽ ഇമ്പോർട്ടിന്റെ 3% താഴെയായിരിക്കണം. ഈ 4 കൺട്രീസിനെ കൂടെ നമ്മൾ ഒന്നിച്ചെടുത്ത് ടോട്ടൽ ഇമ്പോർട്ടായിട്ട് കമ്പയർ ചെയ്താൽ അത് 9%-ലും താഴെയായിരിക്കണം. ഈ 2 കേസ് ആപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യണ്ട. ആൻഡ് വി ആർ ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ബൈ 100% EOUs ഓർ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല? സേഫ് ഗാർഡ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആവില്ല. സോ നമ്മൾ ആർട്ടിക്കിൾസ് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന്, ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് മാത്രമേ നമ്മൾ ആർട്ടിക്കിൾ എടുക്കുന്നുള്ളെങ്കിൽ ടോട്ടൽ ഇമ്പോർട്ടിന്റെ 3% എക്സീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആവില്ല. മോർ ദാൻ വൺ ഡെവലപ്പിംഗ് കൺട്രി ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ഓരോന്നിനും 3% എക്സീഡ് ചെയ്യരുത്, ടുഗെദർ 99% ആവരുത്. ആൻഡ് നമ്മൾ 100% EOUസോ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺസോ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്കും എന്താവില്ല? സേഫ് ഗാർഡ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആവില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് സേഫ് ഗാർഡ് ഡ്യൂട്ടി. Now we can move to a problem so that the concept of safeguard duty will be more clear for you. So let's look at this example. Determine the safeguard duty payable by X Limited, Y Limited, Z Limited and A Limited under Section 8P of Customs Tariff Act 1975 from the following. Okay. അപ്പം ഈ താഴെ തന്നിരിക്കുന്നത് നമുക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ കേസ് ഏതാണ്? ഇമ്പോർട്ട് ഫ്രം മോർ ദാൻ വൺ ഡെവലപ്പിംഗ് കൺട്രി. അപ്പം എക്സ് ലിമിറ്റഡിന്റെ ഇമ്പോർട്ട് എക്സ് ലിമിറ്റഡിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് എക്സ് ലിമിറ്റഡ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് 70 crores ആണ്. ലൈക്ക് Y ലിമിറ്റഡ് 72 crores, Z ലിമിറ്റഡ് 52 crores and A limited 50 crores. Okay. The balance from developed countries amounts to 2,256. Total 2,500 crores in the import നടന്നിട്ടുണ്ട്. And each developing country separate തന്നിട്ടുണ്ട്. Okay. ഇനി ഡെവലപ്പിംഗ് കൺട്രിയുടെ കേസിൽ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചാർജ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഇൻഡിവിജ്വലി, അതായത് ഒരു കൺട്രിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നുള്ള ഇമ്പോർട്ട് 3%-നേക്കാളും ഹയർ ആവാൻ പാടില്ല. ആൻഡ് അഗ്രിഗേറ്റ്, അതായത് 4 ഡെവലപ്പിംഗ് കൺട്രി ഉണ്ട്. അപ്പം ഈ 4 ഡെവലപ്പിംഗ് കൺട്രിയുടെ അഗ്രിഗേറ്റ് സം 9%-നെ എക്സീഡ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് നോക്കാം. Y ലിമിറ്റഡ് 70 crores ആണ്. 70 crores divided by 2,500. It amounts to 2.8%. 72 divided by 2,500. It amounts to 2.88%. ടോട്ടൽ ഇമ്പോർട്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം Y ലിമിറ്റഡിന് 72 crores ആണ്. 72 എന്നുള്ളത് 2,500 എത്ര പെർസെൻറ്റേജ് ആണ്? 2.88%. Z ലിമിറ്റഡിൻ്റെ എത്രയാ? 52 ആണ്. 52 divided by 2,500. It amounts to 2.08. Okay. And last one is A limited 50 crores. 50 divided by 2,500, 2%. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ ഇവരെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ഇൻഡിവിജ്വലി ഇവരാരും എന്ത് ചെയ്യുന്നില്ല? 3%-ന് എബോവ് പോകുന്നില്ല. എല്ലാവരും ഓൾമോസ്റ്റ് ബിറ്റ്വീൻ 2 to 3%-ന് ഇടയ്ക്കാണ് ഈ ഇമ്പോർട്ട്സ് എല്ലാം വരുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ,
ഇതിന്റെ അഗ്രഗേറ്റ് എത്രയാവാൻ പാടില്ല? 9% എബോവ് ആവാൻ പാടില്ല. 2.8 പ്ലസ് 2.88 പ്ലസ് 2.08 പ്ലസ് 2%. ഇറ്റ് എമൗണ്ട്സ് ടു എത്ര വരുന്നുണ്ട്? 9.75% വരുന്നുണ്ട്. സോ ഇൻഡിവിജ്വലി ഇവരെല്ലാവരും 3%-ന് ലെസ് ദാൻ ആണെങ്കിലും എന്താണ്, അഗ്രഗേറ്റ് 9%-ന് എബോവ് വരുന്നുണ്ട്. ദെർഫോർ എന്താണ്, സേഫ് ഗാർഡ് ഡ്യൂട്ടി വിൽ ബി ആപ്ലിക്കബിൾ. അപ്പം സേഫ് ഗാർഡ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആണെന്നുള്ളത് മനസ്സിലായി. ഇനി എത്രയാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് കണ്ടുപിടിക്കണം. സേഫ് ഗാർഡ് ഡ്യൂട്ടി അറ്റ് 30% ആണ് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പം നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചത്. ഇവൻ ദോ എല്ലാവരും ഇൻഡിവിജ്വലി 3%-ന് താഴെയാണെങ്കിലും എന്താണ്, അഗ്രിഗേറ്റ് 9%-ന് എബോവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണം അറ്റ് ദ റേറ്റ് ഓഫ് 30%. അപ്പൊ ഇനി എത്രയാ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഓരോരുത്തരും പേ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് നോക്കാം. എക്സ് ലിമിറ്റഡിന്റെ ഇമ്പോർട്ട് എത്രയാണ്? 70 crores. അപ്പം 70 crores-ന്റെ 30% ആണ് എന്ത്, അവര് സേഫ് ഗാർഡ് ഡ്യൂട്ടി ആയിട്ട് പേ ചെയ്യേണ്ടത്. സോ 70 into 30%, that is 21 crores. ഓക്കെ. വൈ ലിമിറ്റഡ് 72 crores ആണ് വൈ ലിമിറ്റഡിന്റെ എന്ത്, ഇമ്പോർട്ട് വരുന്നത്. സോ 72 crores into 30%, that is 21.6 crores. ഇനി Z ലിമിറ്റഡിന്റെ ഇറ്റ് എമൗണ്ട്സ് ടു 52. So 52 crores into 30%, that is 15.60. And last one, A limited, 50 into 30%, that is 15. So ഇങ്ങനെയാണ് നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഐ എക്സാമ്പിൾ വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഡ്യൂട്ടി, ഇറ്റ് ഈസ് countervailing duty on subsidized articles. The duty is levied if articles are imported into India by getting subsidies from other country. അപ്പം നമ്മൾ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ആ കൺട്രിയിൽ ഓൾറെഡി വി ഗോട്ട് എ സബ്സിഡി. അപ്പം ഓൾറെഡി ഒരു സബ്സിഡി അവൈൽ ചെയ്തിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ ദാറ്റ് കേസ് വി വിൽ ഇമ്പോസ് എ ഡ്യൂട്ടി. ഇറ്റ് ഇസ് നോൺ ആസ് countervailing duty. The amount of countervailing duty shall not exceed the amount of subsidy paid. അപ്പോൾ ഓൾറെഡി ആ കൺട്രിയിൽ നിന്ന് നമുക്ക് എത്ര സബ്സിഡി കിട്ടിയോ, ടിൽ ദാറ്റ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആണ്. അതിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ഓൾ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ US നിന്ന് ഒരു ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻ ദാറ്റ് കേസ് നമുക്കൊരു സബ്സിഡി കിട്ടി. അപ്പം ആ സബ്സിഡി കിട്ടിയ എമൗണ്ടിന് ഈക്വലന്റ് ആയിട്ട് വരെയുള്ള ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരുമ്പോൾ കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, നൗ ഇറ്റ് ഹാസ് ബീൻ സബ്സ്യൂംഡ് അണ്ടർ GST. അതായത് ഇപ്പം ഈ കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി എന്താണ്, GST-യിൽ സബ്സ്യൂം ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു GST ഒരുപാട് ആക്ടുകൾ സബ്സ്യൂം ചെയ്ത്, ഒരുപാട് ടാക്സ് സബ്സ്യൂം ചെയ്ത് വന്നിരിക്കുന്ന ഒരു ടാക്സ് ആണ് GST. സോ ഈ കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടിയൊക്കെ ഓൾറെഡി ഇപ്പൊ എന്താണ്, GST-യിൽ സബ്സ്യൂംഡ് ആണ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ഡ്യൂട്ടി, ദാറ്റ് ഇസ് ആന്റി-ഡംപിംഗ് ഡ്യൂട്ടി. ഓക്കെ, ആന്റി-ഡംപിംഗ് ഡ്യൂട്ടി ഇസ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്സ് ഫ്രം എ പർട്ടിക്കുലർ കൺട്രി. അപ്പം ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം ഇമ്പോസ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് എന്ത്, ആന്റി-ഡംപിംഗ് ഡ്യൂട്ടി. സോ ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട്സ് ഫ്രം പർട്ടിക്കുലർ കൺട്രി സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെന്റ്. ഓക്കെ, ആൻഡ് ആർട്ടിക്കിൾസ് എക്സ്പോർട്ടഡ് ബൈ an exporter to India at less than its normal value, then upon the importation of such articles into India, the central government may impose an anti-dumping duty. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു പർട്ടിക്കുലർ കൺട്രിയിൽ നിന്നാണെങ്കിൽ മാത്രമേ ഈ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യത്തുള്ളൂ. ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഇത് നമുക്ക്, അതായത് ഇന്ത്യയിൽ ഇമ്പോർട്ട് വരുമ്പം ഏതോ രാജ്യത്തു നിന്ന് എക്സ്പോർട്ടർ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ആ എക്സ്പോർട്ടർ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് തരുന്നത്, വാല്യൂ നമുക്ക് തരുന്നത് അതിന്റെ നോമിനൽ വാല്യൂവിലും ലെസ് ആയിട്ടൊരു എമൗണ്ടിലാണെങ്കിൽ, ഇവിടെ ഇമ്പോർട്ടേഷൻ വന്നു കഴിയുമ്പം ആ എമൗണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ് ആന്റി-ഡംപിംഗ് ഡ്യൂട്ടി ആയിട്ട് കളക്ട് ചെയ്യും. സോ ഒരു എക്സ്പോർട്ടർ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, ദാറ്റ് മീൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ആ ചെയ്യുന്നത് നമുക്ക് എക്സ്പോർട്ടർ തരുന്ന വാല്യൂ നോമിനൽ അല്ലെങ്കിൽ നോർമൽ വാല്യൂവിനെക്കാട്ടിലും ലെസർ എമൗണ്ടിനാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ആന്റി-ഡംപിംഗ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാം. ഓക്കെ, ആൻഡ് it should be noted that it should be from a particular country specified by the government. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആന്റി-ഡംപിംഗ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വി വിൽ ലുക്ക് ഇൻ ടു ആൻ എക്സാമ്പിൾ. ഓക്കെ,
So, a commodity is imported into India from a country covered by a notification issued by central government under Section 9A of Customs Tariff Act 1975. Following particulars are made available. CIF value of the consignment 25,000 USD. Quantity imported 500 kg. Exchange rate applicable 60 USD. Basic customs duty 12%. Social welfare surcharge is applicable as per the Finance Act 2018. As per the notification, the anti-dumping duty will be equal to the difference between the cost of commodity calculated at US 70 per kg and the landed value of the commodity as imported. Applies a liability on account of the normal duty, cess and anti-dumping duty. Assume that only basic customs duty and social welfare surcharge are payable. IGST at the rate of 12% is also applicable. Okay, അപ്പം ഇവിടെ പറയുന്നുണ്ട് CIF വാല്യൂ എത്രയാണ് USD 25,000 ആണ്. ക്വാണ്ടിറ്റി 500 kgs ആണ്. എക്സ്ചേഞ്ച് റേറ്റ് 60 per USD ആണ്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 12%. സോഷ്യൽ വെൽഫെയർ സർചാർജും ആപ്ലിക്കബിൾ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, anti-dumping duty will be equal to the difference between the cost of commodity calculated at 70 USD per kg. അപ്പം anti-dumping duty എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 70 per kg ആണ്. USD 70 per kg ആണ് ഒരു kgക്ക് വാല്യൂ എങ്കിൽ അതും നമ്മുടെ ഇവിടെ ഇപ്പം ഇന്ത്യയിൽ എത്താനുള്ള ലാൻഡഡ് വാല്യൂ ഉണ്ടല്ലോ, ലാൻഡഡ് വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റി, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആന്റി ഡംപിങ് ഡ്യൂട്ടി ആയിട്ട് എടുക്കാൻ പറയുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ലാൻഡഡ് വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റി കണ്ടുപിടിക്കണം. ലാൻഡഡ് വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റി എന്തായിരിക്കും? CIF വാല്യൂ പ്ലസ് നമ്മുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ അസസബിൾ വാല്യൂ കണ്ടുപിടിക്കാം. സോ 25,000 USD ആണ്. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 60 per USD ആണ് തന്നിരിക്കുന്നത്. Therefore, assessable value is equal to 25,000 into 60 per USD. It will be 15 lakh. ഇനി ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആണ്. എത്ര? 10%. No, basic customs duty is applicable at the rate of 12%. അപ്പം 12% basic customs duty into 10%. അപ്പം 12ന്റെ 10% കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 12 plus 1.2 വരുമ്പോൾ ഇറ്റ്സ് അമൗണ്ട്സ് ടു 13.32. അപ്പോൾ 15 lakhs into 13.32 will come to 1,98,000. സോ ഈ അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ആണ് എന്ത്? നമ്മുടെ ലാൻഡഡ് വാല്യൂ. Therefore, the landed value will be equal to 16,98,000. ഇനി അപ്പൊ നമുക്ക് ലാൻഡഡ് വാല്യൂ കിട്ടി. ഇനി എന്താ പറയുന്നത്? ആന്റി ഡംപിങ് ഡ്യൂട്ടി ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് കമ്മോഡിറ്റി കാൽക്കുലേറ്റഡ് 70 per USD. അപ്പം ഒരു kgക്ക് 70 ആണ്. നമുക്ക് മൊത്തം എത്ര kg ഉണ്ട്? 500 kg. സോ ഒരു kgക്ക് 70 ആണ്, 70 USD ആണ്. മൊത്തം 500 kg ഉണ്ട്. അതിന് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 per USD വരും. Therefore, the value of importation എത്ര വരുന്നത്? 21 lakh വരും. അപ്പൊ ഈ 21 lakhും ഈ 16,80,000 തമ്മിലുള്ള ഡിഫറൻസ്, ആ എമൗണ്ട് ആണ് എന്ത് വരുന്നത്? ആന്റി ഡംപിങ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. Therefore, it will amounts to 4,02,000. ഓക്കെ, അപ്പൊ ഈ ആന്റി ഡംപിങ് ഡ്യൂട്ടിയും കൂടെ നമ്മുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കൂടെ ആഡ് ചെയ്ത് വന്നു കഴിയുമ്പോൾ എത്ര വരും? മാർക്കറ്റ് വാല്യൂ 21 lakhs വരും. ഈ അതേൽ എത്രയാണ്? 12% IGST is applicable. It amounts to 2,52,000. അപ്പോൾ ടോട്ടൽ വാല്യൂ എത്ര വന്നു? 23,52,000. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം ലാൻഡഡ് വാല്യൂ കണ്ടുപിടിച്ചു, പിന്നെ 70 plus USD ആണെങ്കിൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് എന്തായിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആന്റി ഡംപിങ് ഡ്യൂട്ടി ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. സോ നമ്മൾ ആ എമൗണ്ട് ആന്റി ഡംപിങ് ഡ്യൂട്ടി ആയിട്ട് എടുത്തു, അതുകൂടെ ആഡ് ചെയ്തു. എന്നിട്ട് അതേ എമൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? GST കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, I hope it's clear. ഇത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ ലൈക്ക് ദ ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് ചാപ്റ്റർ തീർന്നു. I hope everything is clear for you. So by this we will conclude this session. Thank you.